ഉൽപാദന സേവന പശ്ചാത്തല മേഖലയ്ക്ക് ഊന്നൽ നൽകി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 ബജറ്റ് വൈസ് പ്രസിഡന്റ് പി.എ. അഷ്റഫ് അലി അവതരിപ്പിച്ചു. ഉത്പാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല എന്നിങ്ങനെ മേഖലകളായി തിരിച്ചാണ് പദ്ധതികൾക്ക് തുക വകയിരുത്തിയിരിക്കുന്നത്. തരിശിടങ്ങൾ കാർഷികയോഗ്യമാക്കുന്നതിനും കാർഷിക മേഖലയിൽ ആധുനിക രീതി അവലംബിക്കുന്നതിനും ജലസംരക്ഷണത്തിനുമായി 1,30,00,000 രൂപ വകയിരുത്തി. സമഗ്ര കൃഷിയും സമത്വം, ജനസേവനം, പരിപാലനവും പരമാവധി ഉറപ്പാക്കി കൊണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നെൽകൃഷിക്ക് 25 ലക്ഷം, ABC പദ്ധതി വീതം 2,50,000 രൂപ, ശുദ്ധജലം 25 ലക്ഷം രൂപ, ലൈഫ്, PMAY എന്നീ പദ്ധതികൾക്കായി 1,61,04,000 രൂപ, ചികിത്സാ സൗകര്യങ്ങൾ, പോഷകാഹാര അപര്യാപ്തത പരിഹരിക്കാൻ 62,75,200 രൂപ, ദ്രുതകർമ്മ സേനാ പരിശീലനം 4 ലക്ഷം രൂപ, മാലിന്യ നിർമ്മാർജ്ജനം 65 ലക്ഷം രൂപ, SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി 1,42,00,000, വയോജനക്ഷേമ പരിപാലനത്തിനായി 7 ലക്ഷം, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സാമൂഹിക സുരക്ഷയ്ക്കും ജീവനോപാധിക്കുമായി 18 ലക്ഷം, യുവജനക്ഷേമ പ്രവർത്തനത്തിനും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും 8,50,000 രൂപ, ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 2 CHCയുടെയും ഹോമിയോ ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1,16,00,000, തൊഴിലുറപ്പ്, പൊതുകെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, പൊതു ഇടങ്ങളിലെ വൈദ്യുതീകരണം എന്നിങ്ങനെ പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി 2,61,42,000 രൂപ എന്നിവയാണ് ബജറ്റിലെ പ്രധാന വകയിരുത്തലുകൾ. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA സൈമ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.